നമസ്കാരം. ബിഗ് ബോസ് ടോപ്പിക്കാണ്. ഇന്ന് 62ാമത്തെ ദിവസമായ ബിഗ് ബോസിലെ കുറച്ച് സംഭവ വികാസങ്ങളും പിന്നെ ബിഗ് ബോസിലെ ഇന്നത്തെ ഒരു എപ്പിസോഡ് റിവ്യൂ ആയിട്ടൊന്നും ഞങ്ങൾ ചെയ്യാനെ കൊണ്ട് ഉദ്ദേശിക്കുകയല്ല. പകരം ഇന്ന് ഹൗസിനുള്ളിൽ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് ടോപ്പിക്കുകൾ, കുറച്ച് സീരിയസ് ഇഷ്യൂസൊക്കെ, വഴക്കുകൾ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യാനും പിന്നെ ഇപ്പോഴത്തെ നിലവിലുള്ള കണ്ടസ്റ്റൻറ്റുകളുടെ മുമ്പേ ഉള്ള പെർഫോമൻസും നിലവിലത്തെ ഇപ്പോൾ അവിടുത്തെ പെർഫോമൻസും എങ്ങനെയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലും കൂടാണ് അല്ലേ. നമുക്കപ്പം ഓരോ കാര്യങ്ങളിലേക്ക് കടന്നു തുടങ്ങാം. ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അതാരാണ് എൻ്റെ ഒരു അഭിപ്രായം? ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ എല്ലാവരും സ്ട്രോങ് ആകാൻ ശ്രമിക്കുന്നുണ്ട്, അവരവരുടെ സൈഡിൽ സ്ട്രോങ് ആകാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നിലവില് സ്ട്രോങ് ആയി അനീഷ് നിൽക്കുന്നുണ്ട്, ഷാനവാസ് നിൽക്കുന്നുണ്ട്, പിന്നെ പിന്നെ ബിന്നി സ്ട്രോങ് ആകാൻ ശ്രമിച്ച് ഓവറാകുന്നുണ്ട്. അതാണ് മെയിൻ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഇന്നത്തെ എപ്പിസോഡിനല്ല, പുള്ളിക്കാരി ക്യാപ്റ്റൻ ആയതിനു ശേഷമുള്ള ആ ഒരു ഡേയ്സ് മുതൽ ഭയങ്കര ഓവറാണ്. ഇപ്പൊ ഏകദേശം ഒരുമാതിരിപ്പെട്ട കണ്ടസ്റ്റന്റുകളുടെ എല്ലാം ഗെയിം ഓൺ ആയിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന ലക്ഷ്മി പോലും ഇപ്പൊ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആരുമല്ല, നമ്മുടെ സബമാനേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലെ അപ്ഡേറ്റ്സിനകത്തൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ കഴിഞ്ഞു പോയ ആഴ്ചകളിൽ ലക്ഷ്മി അവിടെ എന്തിനായിരിക്കുന്നത് പോലും നമുക്കറിയത്തില്ലായിരുന്നു. അത് പുള്ളിക്കാരി ഒരു പക്ഷെ 2 ആഴ്ച വെയിറ്റ് ചെയ്ത് നോക്കിയതായിരിക്കും. എന്റെ പ്രേക്ഷകർ പുറത്തെടുത്ത് കളയുമോ, അല്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് ആണെങ്കിൽ കൂടുതൽ നെഗറ്റീവ് ആകണ്ടെന്ന് ചിന്തിച്ച് പുള്ളി ഇതായിട്ടിരുന്നതായിരിക്കാം. ഇപ്പൊ വെയിറ്റ് ചെയ്തതിൽ ഉപരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം പറയട്ടെ. ഈ ഫാമിലി ടാസ്ക് ഈ ആഴ്ച കൊടുത്തത് അവിടുത്തെ എല്ലാ കളിക്കാരുടെയും ഗെയിമിനെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം സാധാരണ ഒരു 80 ദിവസമൊക്കെ ആകുമ്പോഴായിരുന്നു ഈ ഫാമിലി ടാസ്ക് എന്ന് പറഞ്ഞ പരിപാടി ബിഗ് ബോസ് ചെയ്യുന്നത്. ഈ 80 ദിവസത്തിൽ കൊണ്ടുവരുമ്പോൾ പിന്നെ അവർക്ക് അധികം അവിടെ ഗെയിം കളിക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഏകദേശം കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പിന്നെ നമുക്ക് അതിനകത്തൊരു മാറ്റം കൊണ്ടുവരാനൊക്കത്തില്ല. അതിൽ പിന്നെ നമുക്ക് ആ ഒരു കളിയിൽ ഒരു മാറ്റം കൊണ്ടുവരാനൊക്കത്തില്ല. പക്ഷെ ഇതിപ്പോ പകുതി 50 ദിവസം 60 ദിവസം ആയപ്പോഴും കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇനിയും വേണമെങ്കിൽ കളി മാറാം. അതെ, അത് ബിഗ് ബോസിന്റെ തന്നെ ഒരു ഗെയിമാണ് കേട്ടോ. കാരണം ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴുമായിട്ടും നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. കാരണം അവിടുത്തെ ഓരോരുത്തരും അവരങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ തൊട്ടേ പിടിച്ച കാര്യങ്ങൾക്ക് വഴക്കും പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലായിരുന്നു. കാരണം അതെ, ഇപ്പോഴാണ് പരസ്പരം അവര് ഇറങ്ങി ഗെയിം കളിക്കാനെ കൊണ്ട് തുടങ്ങുന്നത്. അതെ, അപ്പം ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ആ ഹൗസിനുള്ളിൽ നിൽക്കുന്നവർക്കെല്ലാം ഏകദേശം പുറത്തെയൊക്കെ ഒരു ഇച്ചിരി ഹിൻഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഫാമിലി വന്നതിന് ശേഷമായിട്ട്. അപ്പോൾ ആർക്കാണ് കൂടുതൽ സപ്പോർട്ട്, നെഗറ്റീവ്സ് ആർക്കൊക്കെ ഉണ്ട്, പിന്നെ കോംബോ ആരുടെയൊക്കെ വർക്കാകുന്നുണ്ട്, അതൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ അനീഷിന്റെ ഷാനവാസ് കോംബോ ഹിറ്റാണ്, ജിസൈൽ ആര്യോ കോംബോ ഫ്ലോപ്പാണ്. അപ്പൊ തന്നെ ജിസൈലും ആര്യനും ആ ഒരു കോംബോ വിട്ടിട്ടുണ്ട്. ഇപ്പൊ രണ്ടുപേരും രണ്ടായിട്ട് കളിക്കുന്നുണ്ട്. കോമ്പിനേഷൻ വരെ രണ്ടുപേരും പരസ്പരം ചെയ്യുന്നുണ്ട്. അല്ലേ? അതെ അതെ, അതായത് നമ്മള് മുൻപ് ആര്യൻ ജിസേൽ കോംബോയിൽ നമുക്കൊരു കാര്യം ഉണ്ടായിരുന്നു. അവരത്രയ്ക്ക് തിക്കായിരുന്നു. കാരണം ഒരാൾക്കൊരു ചെറിയ ഡൗൺഫാൾ വന്നാൽ മറ്റേ ആളത് മേക്കപ്പ് ചെയ്ത് പോകുമായിരുന്നു. അതുപോലെ അവരെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരാൾ ജിസേലിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ആര്യൻ കീറിയേക്കും. അതുപോലെ ആര്യനെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ജിസേല് പാമ്പർ ചെയ്ത് വെക്കും. അങ്ങനെ ഒരു ഇപ്പൊ അവർക്ക് അതാണ് നല്ലത്. അവരുടെ കേസിൽ അവർ ഓരോരുത്തർ ഒറ്റയ്ക്ക് കളിക്കുമ്പോഴാണ് നമുക്ക് അവരുടെ ഗെയിം കാണാൻ പറ്റുന്നത്. മറ്റേത് അവർക്കിടയിൽ അവർ കോംബോ കളിക്കുമ്പോൾ അവർക്കിടയിൽ വേറെ ഒന്നും ഇല്ല, നമുക്ക് കാണാൻ മാത്രമായിട്ടൊന്നും ഇല്ല. അങ്ങനെ നിന്ന കണ്ടസ്റ്റന്റുകളാണ് ഇന്നത്തെ ലൈവ് കണ്ടവർക്കറിയാം. ഇന്നത്തെ അതായത് നമ്മുടെ എപ്പിസോഡിലും കാണിച്ചെന്ന് തോന്നുന്നു. അതായത് ജയിൽ നോമിനേഷൻ ആണോ അതോ മറ്റേ ടാസ്കിന്റെ ഇതിലാണോ? ജയിൽ നോമിനേഷൻ ആണെന്ന് തോന്നുന്നു. അല്ല, ജയിൽ നോമിനേഷൻ അല്ല, മറ്റേ ടാസ്കിന്റെ ഇതിലാണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേഷൻ ചെയ്തത്. നോമിനേഷൻ ചെയ്തത്
അത് ജയിൽ നോമിനേഷൻ മെയിൽ അല്ലേ? നോമിനേഷൻ അതെ 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 ശരിയാ ശരിയാ. ജയിൽ നോമിനേഷനിൽ ആര്യൻ പറയുന്ന 2 പേരിൽ ഒരാൾ ജിസേലാണ്. അതുപോലെ ജിസേൽ പറയുന്ന 2 പേരിൽ ഒരാൾ ആര്യനാണ്. അതായത് അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിച്ചു തുടങ്ങി. അത് തന്നെ ഏറ്റവും നല്ലത്. കാരണം 2 പേർക്കും അത് തന്നെയാണ് നല്ലത്. അപ്പൊ 2 പേർക്കും അതെ, 2 ഗെയിമും ഉണ്ട്. ആര്യനാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അവർക്ക് 2 പേർക്കും ഗെയിം ഇല്ല. ഇപ്പൊ അവർക്ക് 2 പേർക്ക് അവരുടേതായിട്ടുള്ള ഗെയിം ഉണ്ട്. അതിന് ഒറ്റ ഇതേ ഉള്ളൂ. അവരുടെ ഫാമിലി കയറിയതിന് ശേഷം ജിസേലിൻ്റെ മമ്മി കുറച്ച് കാര്യങ്ങളൊക്കെ ജിസേലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ലതെന്നേ നമുക്ക് തോന്നുന്നുള്ളൂ. അതിനുശേഷം ഇന്ന് രാവിലെ ലൈവ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ജിസേലൊക്കെ ബാത്റൂം ക്ലീനിങ്ങിൽ എന്ത് ആക്റ്റീവാ. ഇങ്ങനെ ഇതിനു മുമ്പ് ജിസേലിനെ കണ്ടിട്ടില്ല. കാരണം ജിസേൽ അത്ര ആക്റ്റീവ് ആക്കാൻ ഒരു കാരണം നിവിൻ കൂടാണ് കേട്ടോ. കാരണം നിവിനാണ് ഈ ബാത്റൂം നിവിന്റെ നല്ല സപ്പോർട്ട് ഉണ്ട്. നിവിൻ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്കാരി അല്ല അപ്പൊ വേറെ നെവിൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം നേരത്തെ ആണെങ്കിൽ ആര്യന് സപ്പോർട്ടായിരുന്നു. പക്ഷെ ആ ആര്യൻ അവരുടെ ഒരു കോംബോയ്ക്കകത്ത് ആര്യനെ കൊണ്ട് ജിസേല് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് അല്ല ആ ഒരു ലവ് ട്രാക്കിന്റെ പുറത്ത് ആര്യനെ കൊണ്ട് ജിസേല് പരിപാടികളെല്ലാം ചെയ്യിപ്പിക്കുമായിരുന്നു, ജോലികളെല്ലാം ആര്യനായിരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെ ഒക്കെ നമ്മൾ ബാത്റൂം ക്ലീനിങ്ങിലൊക്കെ നോക്കിയപ്പം ജിസേലൊക്കെ പറന്ന് നടന്ന് ജോലി ചെയ്യുക. അതിനൊപ്പം കട്ടയ്ക്ക് നിന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിവിനും അത് കാണാൻ സപ്പോർട്ടാണ്. പരസ്പരം അവർ ഒരേ വൈബിൽ ഇരുന്ന് ജോലി ചെയ്യുക പരസ്പരം. അപ്പം അവരുടെ ഗെയിം മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ലക്ഷ്മി കഴിഞ്ഞ ആഴ്ചയൊക്കെ കുറച്ച് ഡൗൺ ആയിട്ടിരുന്നു. ഇന്ന് വീണ്ടും ശബ്ദം ഉയർത്തി തുടങ്ങി അല്ലേ? ലക്ഷ്മി വീണ്ടും ശബ്ദം ഉയർത്തി തുടങ്ങി. പിന്നെ അനീഷിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അനീഷ് ഈ സീസണിൽ ആദ്യം വന്നപ്പം ആ ഒരാഴ്ച നമുക്കൊക്കെ അറിയാം വെറുപ്പിച്ച് കയ്യിൽ തന്ന ഒരാളായിരുന്നു അനീഷ്. എനിക്ക് തോന്നുന്നു ആ ഒരാഴ്ച പുറത്ത് പോകാതിരുന്നത് ആ ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം. അതെ അതെ കഴിഞ്ഞ സീസണിലെ രതീഷ് ആയിട്ട് നമ്മളെല്ലാരും കണക്ക് കൂട്ടിയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതുപോലെ ഞാൻ അന്നേരം ഫസ്റ്റ് കണ്ടപ്പോ ഈ അദ്ദേഹത്തിന്റെ സെയിം ഇതുപോലെ ചൊറിഞ്ഞു നിൽക്കുകയാണല്ലോ, ഇത് എന്ത് മനുഷ്യനാണ് ഓർത്ത ഞാൻ. പക്ഷെ അതിനുശേഷം അനീഷ് അവിടെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ വേറൊരു കാര്യം പറയാം. നിലവിൽ ഇപ്പോൾ അവിടെ ഉള്ള കണ്ടസ്റ്റന്റുകളിൽ കുറച്ച് ജെനുവിനായിട്ട് നിന്ന് കളിക്കുന്ന, അതായത് ബാക്ക് സ്റ്റാബിംഗ് ഒന്നും അധികം ഇല്ലാത്ത ഒരു ആള് അനീഷാണ്. കാരണം മുഖം നോക്കി കറക്റ്റ് കാര്യം പറയും. അതിപ്പോ പുള്ളിയുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാകാറുണ്ട്. എന്നിട്ട് പുള്ളി അത് എന്തുവാ അംഗീകരിക്കത്തില്ല. ഇപ്പൊ വന്നൊരു കാര്യം, നമ്മൾ ഈ ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അനീഷ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കൂടുതലായിട്ട് കാണുന്നത്. അതെ, പക്ഷെ അതിനുശേഷം നമ്മൾ അനീഷിനെ ഒന്ന് ഇഷ്ടപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നു. അനീഷിന് ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമൊക്കെയാണ്. പക്ഷെ ഈ ഫാമിലി വീക്കിന് ശേഷമായിട്ട് അനീഷിന്റെ ഗെയിമിൽ കൃത്യമായിട്ട് വീണ്ടും എനിക്ക് തോന്നുന്നു അവർ അമ്മയൊക്കെ വന്ന് മുൻപത്തെ പോലെ നീ നിന്നാ മതി എന്ന് പറഞ്ഞപ്പോൾ അനീഷ് ഓർത്തത് ഒറ്റയ്ക്ക് പണ്ട് കളിച്ച ഇറിറ്റേറ്റിംഗ് ഗെയിം മതി എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പൊ ആ ഒരു സമയം കഴിഞ്ഞു അനീഷ് ഇത്രയും വീക്ക് താണ്ടി വന്നപ്പോൾ അവിടെ ഉള്ളവരോട് തമാശ പറയും ചിരിക്കും ഒക്കെ ചെയ്തു. സാഹചര്യം ഒന്നും മയപ്പെട്ട് അത് അങ്ങനെ വന്നു. പിന്നെ പുള്ളി പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ പക്ഷേ ഇന്ന് ഞങ്ങള് ലൈവ് കണ്ടപ്പോഴോ ഇടയ്ക്ക് ഞാൻ കാണാറുള്ളൂ. അത് കണ്ടപ്പോഴും ഇന്ന് എപ്പിസോഡ് കണ്ടപ്പോഴും അനീഷാണ് ഫുഡ് കഴിക്കുമ്പോൾ മിണ്ടുന്നില്ല. ഒരു പ്രതിമ കണക്ക് അവിടെ ഇരുന്ന് ബാക്കി ഒന്നും എന്നെ ബാധിക്കത്തില്ല എന്ന് പറഞ്ഞു ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും കിടന്ന് അനീഷ് പിടിവാശി കഴിഞ്ഞു. അത് വെറുപ്പിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചൊക്കെ വെറുപ്പിക്കുന്നുണ്ട് അനീഷ്. കാരണം അതിന് ഒരു ഉദാഹരണം ഇന്നലെ അക്ബറുമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു. ഇന്നലെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന കാര്യത്തിൽ ഇച്ചിരി വെള്ളം കൂടിപ്പോയ കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പൊ അത് തന്നെ നമുക്കറിയാം. പിന്നെ ഇന്നത്തെ ദിവസം ബിന്നിയുമായിട്ട് രാവിലെ ഒരു ഇഷ്യൂ ഉണ്ടായി. അതായത് സ്റ്റോർ റൂമിൽ പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ട്. സ്റ്റോർ റൂമിൽ എന്തെങ്കിലും ബെല്ലടിച്ച് അവിടെ വെക്കുമ്പം ആദ്യം ഓടി പോകുന്നത് അനീഷായിരുന്നല്ലോ. അപ്പം ഇന്ന് ഈ ചപ്പാത്തി കുഴച്ചോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് പരത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അപ്പൊ ആദ്യമേ ഫസ്റ്റ് പിന്നെ തന്നെ തിരിഞ്ഞു ഞാൻ പൊയ്ക്കോളാം പറഞ്ഞ് തിരിഞ്ഞോളാം. അനീഷ് പറഞ്ഞ് വേണ്ട ഞാൻ പൊയ്ക്കോളാം, എനിക്ക് പോകാമല്ലോ, എനിക്ക് പോകാന്ന് പറഞ്ഞ് ചാടി കയറിപ്പോ. എന്നാൽ പിന്നെ ആദ്യമേ പറഞ്ഞു ഞാൻ പൊക്കോളാം ചേട്ടൻ ഇത് ചെയ്തോന്ന് പറഞ്ഞ് തിരിഞ്ഞതാണ്. അപ്പൊ പിന്നെ പോകാൻ വിടാതെ ചാടി അനീഷ് പോയി. ആ കൂടെ ആരെയും പോയി അവർ പോയി എടുത്തോണ്ട് വന്നിട്ട് അതൊരു ഭയങ്കര പ്രശ്നമായി കേട്ടോ. അതൊരു വിഷയമായിരുന്നു. അപ്പോഴും അനീഷ് കഴിഞ്ഞ പ്രാവശ്യമെല്ലാം അനീഷ് പൊക്കോണ്ടിരിക്കുന്നു. ഫാമിലി വന്നതിന് ശേഷമായിട്ട് എന്തോ ഇവർക്കൊക്കെ
അത് അനീഷ് അവിടെ ഒരു അടിച്ചമർത്തൽ കാർഡ് എടുക്കുന്ന പോലെ. അത് എനിക്ക് തോന്നുന്നു അനീഷിന് പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്നുള്ള കാര്യം ഇപ്പൊ എല്ലാവർക്കും അറിയാം. അത് ഹൗസിനകത്ത് എല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യം അനീഷിനും അറിയാം. അതെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് എല്ലാരും അനീഷിനെ വീണ്ടും ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അനീഷിനെ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് വിടാതിരിക്കുക എന്നുള്ളൊരു ഇത് മറ്റുള്ളവരുടെ തലയിലേക്ക് അടിച്ച്. കാര്യം ഫാമിലി വന്നു പോയതിനു ശേഷം ഇവർക്ക് എല്ലാവർക്കും മാറ്റം സംഭവിച്ചു. അതിനുശേഷം എന്നെ സ്റ്റോർ റൂമിൽ വിടുന്നില്ല, എന്നെ എന്തുവാ വിലക്കുന്നു, ഇതൊക്കെ എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ ആയിരുന്നു. അത് നമുക്ക് കണ്ടോണ്ടിരിക്കുന്ന നമുക്ക് മനസ്സിലാകും അത് കാണുമ്പോൾ. അനീഷ് വെറുതെ ഒരു കാര്യം ഇല്ലാണ്ട് പറയുക എന്നതൊക്കെ. അത് മാത്രമല്ല ഈ ഇന്നലെയും ഇന്നുമായിട്ട് മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മോർണിംഗ് ടാസ്ക് അനീഷിന് എന്താണ് പറയേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലായിരുന്നു. അത് ആദ്യമായിട്ടാണ്. കാരണം മറ്റുള്ള എല്ലാ കാര്യത്തിനും അനീഷാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പം ഒരു നോമിനേഷൻ ആണെങ്കിൽ അനീഷ് ആദ്യം പറയും, മോർണിംഗ് ആക്ടിവിറ്റി ആണെങ്കിൽ അതിനും അനീഷ് ആദ്യം പറയും. പക്ഷേ ഇന്നലെയും ഇന്നുമായിട്ട് അതെനിക്ക് ഇനി അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജി ആണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഇപ്പം പുള്ളിക്കാരനൊരു ഇച്ചിരി നെഗറ്റീവ്, അതെ നെഗറ്റീവായിട്ട് ഉള്ള ഒരു രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. പിന്നെ അതുപോലെ ഷാനവാസ് ഇതിന് മുമ്പ് ഫാമിലി വീക്കിന് മുമ്പ് വരെ ഒരു സേഫ് ഗെയിം വേണം അങ്ങനെ അദ്ദേഹം അഗ്രസീവ് ആണെങ്കിൽ പോലും ഒരു 50% ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പഴങ്ങനല്ല. അല്ല, ഇപ്പം ലിമിറ്റ് ഇല്ല. ഷാനവാസ് ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങി. അത് പക്കായ ടാർഗറ്റ് ചെയ്ത് അവര് അങ്ങ് മാക്സിമം അങ്ങ് ഇറിറ്റേറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ജെൻഡർ നോക്കാതെ ടാർഗറ്റ് ചെയ്ത് കളിക്കാൻ തുടങ്ങി. അങ്ങനെ വേണമല്ലോ കളിക്കാൻ. ബിഗ് ബോസ് ചെന്നിട്ട് അത് സ്ത്രീകളെന്നില്ല പുരുഷന്മാരെന്നില്ല, ഷാനവാസിന് തോന്നുന്നവരെ, അതായത് ഒരു മിനിറ്റ് ചിലപ്പോൾ 2-3 പേരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് ഒരുമിച്ച് ഷാനവാസ് സംസാരിക്കുന്നുണ്ട്. അപ്പം ഒരു കുറച്ചുകൂടെ ഗെയിം അഗ്രഷനായി. അപ്പൊ അതിനെ ചൊല്ലി സ്ത്രീകൾ ഇപ്പൊ അവിടെ നിലവിലുള്ള സ്ത്രീകൾ മുഴുവനും അദ്ദേഹത്തിനെതിരായി വേണം പറയാം. അതെ, ആദില നൂറയ്ക്കും പോലും അത് ഭിന്നമായിട്ടുള്ള വിഷയത്തിൽ, ആ വിഷയത്തിലോട്ട് നമുക്ക് വരാം. ലക്ഷ്മിയുമായിട്ടുള്ള വിഷയം. ലക്ഷ്മിയും ഉണ്ട്, അവരിപ്പോ ഒരു ഗ്രൂപ്പാണ് നിലവിൽ. അപ്പൊ അങ്ങനെ. പിന്നെ അക്ബറിന്റെ ഗെയിം ഓൺ ആയിട്ടുണ്ട്. ഒനീലിന്റെ ഗെയിം ഓൺ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വീക്കില് ഒനീല് പോകാനെ കൊണ്ടുള്ള എല്ലാ ചാൻസും ഉണ്ട്. വളരെ നിങ്ങൾ അവിടെ നിൽക്കുന്ന സംസാരിക്കുന്നവർ അവിടെ നിർത്താൻ ശ്രമിക്കുവോ? അവിടെ വെറുതെ ഇരിക്കുന്നവരൊക്കെ എടുത്ത് പുറത്ത് കളയുക, അങ്ങനെ ശ്രമിക്കുവോ? അങ്ങനെ നോക്കൂ. ഒനീലിന്റെ ഗെയിം ഓൺ ആയിട്ടുണ്ടായിരുന്നു. പരദൂഷണമൊക്കെ കാണും, പക്ഷെ ഒനീല് കുറച്ചുകൂടെ പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ കുറച്ചുകൂടെ പോയപ്പോഴത്തേക്ക് ഒനീല് കുറച്ചുകൂടെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, കാര്യങ്ങള് കൂടുതലായിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങി. അതുപോലെ നെവിൻ ആക്റ്റീവായിരുന്നു. പിന്നെ അനുമോളെ കുറിച്ച് പിന്നെ പറയാനുള്ളത്, ഇപ്പം അനുമോള് ശരിക്കും സത്യം പറഞ്ഞ എനിക്കെന്തോ ഭയങ്കര ഡ്രാമയായിട്ട് തോന്നുന്നു പല കാര്യങ്ങളും. സത്യമായിട്ട് എനിക്ക് ഇതുവരെ അനുമോൾ അങ്ങനെ പലതും ഞാൻ നേരത്തെ കമന്റ്സ് കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ ശരിക്കും ഒരു ഡ്രാമ ക്യൂൻ അവിടുത്തെ അനുമോള് തന്നെയാണ്. അനുമോൾ എന്ത് എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര നമ്മൾ ഒരാളെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയോ ഒരാളെ താത്തോ അങ്ങനല്ല. അനുമോള് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അനുമോക്ക് പോസിറ്റീവ് വശങ്ങളുണ്ട്, പോസിറ്റീവ് ഉണ്ട്. അനുമോള് ഫുൾ നെഗറ്റീവ് ഒന്നല്ല. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങള് അനുമോള് മുതലെടുക്കുന്നുണ്ട്. ശരി, അതെ അതെ അതെ, അതാണ് അത് ഞാൻ അങ്ങനെ നല്ല ഇതാന്നുള്ളത് കാണിക്കുമ്പോൾ മറ്റുള്ളവര് അത് അടിച്ചമർത്തുന്ന രീതിയിൽ. ഇന്നലെ തന്നെ ഷാനവാസിന്റെ ആ മറ്റേ മട്ടൻ വിഷയം ഷാനവാസ് എടുത്തെന്ന് പറഞ്ഞ് അത് നമ്മളെല്ലാം ഷാനവാസിനെ കറക്റ്റായിട്ട് ടാർഗറ്റ് നമ്മൾ കുറ്റം പറഞ്ഞതാണ്. ഷാനവാസ് ചെയ്തത് ശരിയല്ലെന്ന് തന്നെ പറഞ്ഞതാണ്. കാണിച്ചത് കരയുന്നു, വിളിക്കുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര ക്യാമറയുടെ മുന്നിൽ പോയിരുന്ന മറ്റൊരാൾക്ക് കൊടുക്കേണ്ട ഫുഡാണ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷെ അതേ അനു തന്നെയാണ് ഇന്നലെ മറ്റേ ആലുവ പ്രശ്നത്തിനകത്ത് 2 തവണ പോയി മേടിച്ചത്. അപ്പൊ അത് പിന്നെ അവിടെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇന്നലെ കുറ്റപ്പെടുത്തി നീ പിന്നെ എന്തുകൊണ്ട് ഇന്ന് ഷാനവാസിനെ ഇന്നലെ അങ്ങനെ മട്ടന്റെ കേസിൽ കുറ്റപ്പെടുത്തിയ നീ ഇന്ന് പിന്നെ എന്തിന് 2 അലുവ മേടിച്ചെന്ന് പറഞ്ഞു. ഒരു നിയമം ഞാൻ ചെയ്യുമ്പോ അതല്ല ഓക്കെ, അത് മനുഷ്യത്വപരമായിട്ട് അനുമോടെ കേസ് വരുമ്പം അനു ചെയ്യുമ്പം ഈ പലരും ചെയ്യുന്ന ആ കാര്യങ്ങൾ അനു ചെയ്യുമ്പോൾ അനുവിന്റെ ഭാഗത്ത് അനുവിന് വേണ്ടി ഒരു ന്യായീകരണമുണ്ട്.
ആ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല ക്യൂട്ട്നെസ് വാരി വിതറാൻ ശ്രമിക്കുന്നു. ആ ഒരു ഇന്ന് അനു ഷാനവാസിന് എന്തോ എന്തോ കൊതിയൻ എന്തോ കൊതിയനെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കൊതിയെന്ന് വിളിച്ചു. പക്ഷെ അത് ഷാനവാസിന്റെ വിഷയമില്ല, ഫുഡ് കള്ളൻ എന്നൊക്കെയുള്ള രീതിയിൽ വിളിച്ചിട്ടുണ്ട്. അത് സെയിം അനുവിനും ബാധകമാണ് ആ ഒരു സംഭവം. അനുവിന് മാത്രമല്ല, അവിടെ ഏറ്റവും കൂടുതൽ ഫുഡ് വെക്കുന്ന നിവിനാണ്. നിവിന് പക്ഷെ അങ്ങനെ ഒരു അല്ല, നിവിൻ ആസ്ഥാന കള്ളനായോണ്ട് അവരതെല്ലാം അങ്ങ് മായ്ച്ചു കളയുവാണ്. നെവിനെ പോലെ തന്നെ പലരും ഇപ്പൊ അത് ചെയ്തു തുടങ്ങി. അതാണ് യാഥാർത്ഥ്യം. കുറച്ച് പരിമിതമാണ്, നമുക്കറിയാം. അപ്പൊ പിന്നെ അത് എല്ലാരും ചെയ്യുമ്പോ അതുപോലെ എല്ലാരും അംഗീകരിക്കണ്ട. അനുവിനപ്പൊ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഷാനവാസിനെ വിളിക്കുമ്പോ ഷാനവാസ് നന്നായിട്ട് അത് തിരിച്ച് അവർ തമ്മിൽ നല്ല കച്ചറായിട്ടുണ്ട് കേട്ടോ പരസ്പരം. നേരത്തെ വന്ന സമയത്തൊക്കെ അനുവിനെ എന്ത് ഇതായിട്ട് കൊണ്ട് രണ്ടുപേരും പരസ്പരം ഇതായിട്ട് ആംഗ്ലാപെങ്ങൾ ബോണ്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു അവർക്കിടയിൽ. ഇപ്പൊ അതൊക്കെ മാറുമെന്നേ. ഇപ്പൊ നമ്മള് പറഞ്ഞില്ലേ, ഷാനവാസും അനീഷും തമ്മിലൊരു കോംബോ ഉണ്ട്. പക്ഷെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇപ്പൊ തന്നെ നമുക്കത് ഫീൽ ചെയ്തു തുടങ്ങും. ഷാനവാസ് ഭയങ്കര അഗ്രസീവായിട്ട് കളിച്ച് പക്ക ടാർഗറ്റ് ഗെയിമാണ് ഇപ്പൊ കളിക്കുന്നത്. അത് ആൺപെൺ വ്യത്യാസം ഒന്നുമില്ല, ഓരോരുത്തരെയും ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഷാനവാസും അനീഷും ആ ഒരു കോംബോ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഇപ്പൊ അധികം അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. കാരണം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മറ്റേ രീതിയിൽ ഇവരെപ്പോഴും ഒരുമിച്ചിരിക്കും. അനീഷ് മാക്സിമം അതൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം ആ കോംബോ ആണെന്ന് പറഞ്ഞാലും അത് ഇവരെന്താണെങ്കിലും ഇവർ ഗെയിം കളിക്കാൻ വന്നതാണ്. രണ്ടുപേരും ചിലപ്പോൾ ആയിരിക്കാം. പിന്നതുപോലെ ഇന്ന് ജയിലിൽ പോകാനെ കൊണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ അനീഷിനും ഷാനവാസിനുമാണ്. അപ്പം ജയിലിൽ ഇവർ പോകുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ബിന്നിയുമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ബിന്നിയുമായിട്ട് ഏകദേശം ഇതുള്ളതാണ്, വിഷയം നടന്നതാണ്, പ്രശ്നങ്ങൾ നടന്നതാണ് ഹൗസിൽ. അപ്പം ബിന്നി രണ്ടുപേരെയും വെളിയിൽ വെച്ച് രണ്ടുപേരും രണ്ട് സാഹചര്യങ്ങളിൽ രണ്ടുപേരുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ളതാണ്. അതിലെല്ലാം ബിന്നി എനിക്ക് ഓവറാണ് കേട്ടോ. ബിന്നി ഓവറായി തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഒരു കേസിൽ ബിന്നി പോസിറ്റീവ് ബിന്നിയുടെ കേസ്, അതെ ബിന്നിയുടെ കേസ് പറയുമ്പം ഹസ്ബൻഡ് നൂബിന് ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ബിന്നി അപ്പം ആദ്യത്തെ വനിതാ ക്യാപ്റ്റനും കൂടെ ആയതുകൊണ്ട് ആ ഒരു വുമൺ കാർഡും കൂടി ഈ ക്യാപ്റ്റൻസിയിലേക്ക് എടുക്കുന്നുണ്ട്. ഈ ഞങ്ങൾ സ്ത്രീകൾ പറയുന്നത് കൊണ്ടാണോ നിങ്ങൾ കേൾക്കാതിരിക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ. ഇന്ന് ജയിലിനകത്ത് ഷാനവാസുമായിട്ട് ഇടയ്ക്ക് ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ അത് ഷാനവാസിൻ്റെ ഭാഗത്ത് ഇതെന്താ ഇങ്ങനെ എന്നുള്ള ഒരു രീതി ചിലപ്പോൾ തോന്നിയേക്കാം. കാരണം ഷാനവാസ്, ഞാൻ പറഞ്ഞല്ലോ മുമ്പ്, ഷാനവാസിൻ്റെ ഗെയിമും മാറി തുടങ്ങി. കാരണം ഇപ്പം പക്ക ടാർഗറ്റ് ചെയ്താണ് ഷാനവാസ് കളിക്കുന്നത്. അതും ജെൻഡർ നോക്കുന്നേ ഇല്ല, ആണോ പെണ്ണോ ആരാന്നേലും ഷാനവാസ് ടാർഗറ്റ് ചെയ്ത് ഷാനവാസ് ആ രീതിയിലാണ് കളിക്കുന്നത്. അപ്പോൾ ബിന്നി ഇന്ന് ഷാനവാസൊക്കെ വിളിക്കുന്നുണ്ട് ബിന്നിയെ ജയിലിൽ അല്ലേ, അതായത് അവർക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ബിന്നി അവരുടെ അടുത്ത് ചെന്നിട്ട് ജയിലിൻ്റെ മുമ്പിൽ വെച്ച് പറയുകയാണ്, ഇതിനു മുമ്പ് വീട്ടിൽ വെച്ച് പറഞ്ഞ എന്നെക്കുറിച്ച് കുറെ കുറ്റപ്പെടുത്തി കുറെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഭയങ്കര അടി നടക്കുന്നു, വഴക്ക് നടക്കുന്നുണ്ട്. അതിനകത്ത് ഷാനവാസ് ആണ് ആദ്യം വിളിക്കുന്നത്. അല്ല ഷാനവാസ് അല്ല, ബിന്നിയാണ് പറയുന്നത്, വീട്ടിൽ അടിച്ചമർത്തുന്ന പോലെ ഇവിടെ അടിച്ചമർത്താൻ ശ്രമിക്കേണ്ട തൻ്റെ ഭാര്യയെ പോയി വിളിയിടുന്നു, തൻ്റെ ഭാര്യയോട് പോയി പറയിടുന്നു. അന്നേരമാണ് അനീഷ് ഈ ഷാനവാസ് പറയുന്നത്, നീ നിന്റെ ഭർത്താവിനെ വിളിച്ചാൽ മതി അങ്ങനെ എന്തോ. അതിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ഈ സംഭവം ഉണ്ടായിരുന്നല്ലോ, അത് ബിന്നി പറയുന്നുണ്ട്, നിങ്ങൾ ഹൗസിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറഞ്ഞിട്ട് ഞാൻ നല്ല ക്യാപ്റ്റനാണെന്ന് പറഞ്ഞാൽ മാത്രമേ വാഷ്റൂമിൽ പോകാനെ കൊണ്ട്, അതും തന്നെ പറയാൻ അതിൽ ഡയറക്റ്റ് പകുതിയിലേക്ക് കയറി. ആദ്യം നടന്ന അതാ പറഞ്ഞു, ഈ വിഷയത്തിലേക്ക് വരുന്നത് അതല്ലേ, ഈ വിഷയത്തിലേക്ക് ബിന്നി നല്ല ക്യാപ്റ്റനാണെന്ന് അനീഷും ഷാനവാസും പറയണം. അപ്പോൾ അവർ രണ്ടുപേരും തീർച്ചയായിട്ടും അത് നിഷേധിച്ച് ഒരിക്കലും ബിന്നി ഒരു നല്ല ക്യാപ്റ്റൻ അല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഉടനെ രണ്ടുപേരും പറഞ്ഞു. ഉടനെ ബിന്നിക്കത് പ്രൊവോക്ഡായി. അപ്പം ഷാനവാസ് അവർക്ക് ജയിലിനകത്ത് അരി ആട്ടാനെ കൊണ്ടുള്ള ഒരു ടാസ്ക്കായിരുന്നു കൊടുത്തിരിക്കുന്നത്. അപ്പം അതിനകത്തുനിന്ന് ഒരു തവിക്കകത്ത് മാവ് ഇരിപ്പുണ്ടായിരുന്നു. ആ മാവിൻ്റെ ഇതിങ്ങനെ കുടഞ്ഞു. അത് ബിന്നിയുടെ ദേഹത്താണ്. അത്
അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. ഷാനവാസ് നിഷേധിക്കുന്നില്ല കേട്ടോ, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാന്നാ പറയുന്നത്. പിന്നെ അത് അറിയാണ്ടെന്നുള്ള രീതി പറയുന്നില്ലേ ഒന്നിലുമായിട്ട്? ഇല്ല, ഞാൻ അതെല്ലാം മൊത്തം അത് തൂത്ത് വൃത്തിയാക്കിയിട്ട് ഞാൻ അവളോട് സംസാരിച്ചപ്പോ ഇങ്ങനെ തന്നെയാണ്. എന്തായാലും ഷാനവാസ് അത് കുടഞ്ഞു, അത് ബിന്നിയുടെ മേത്ത് വീണു. അത് ബിന്നിക്ക് ഭയങ്കരമായിട്ട് ഇതായി. ശരിയാണ്, ഷാനവാസ് വീണിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പേരിൽ പിന്നെ സംഭവം അങ്ങോട്ട് എടാ പോടാ വിളിയും കാര്യങ്ങളും എല്ലാം. പിന്നെ അവിടെ പറയുന്നത് എന്നെ ഷാനവാസ് മാവ് കോരി എന്റെ ദേഹത്ത് ഒഴിച്ചു എന്നാണ് പറയുന്നത്. അത് കേട്ട് അത് അങ്ങനെയാണ്. സോറി പറയാതെ വിടത്തില്ല. ഇനിയിപ്പം നിങ്ങൾ മാവിന്റെ വിഷയത്തിൽ സോറി പറഞ്ഞാൽ മാത്രമേ, അത് ബിഗ് ബോസ് പോലും പറഞ്ഞാൽ ബിഗ് ബോസ് തുറന്നു വിടാൻ പറഞ്ഞാലും ബിന്നി ഇവരെ തുറന്നു വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെയാണ് ബിന്നി പറയുന്നത്. അപ്പം അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബിഗ് ബോസ് പറഞ്ഞാൽ മാത്രമേ ഞാൻ രാവിലെ അനീഷിന്റെ കേസിൽ നമ്മൾ അനീഷിനെ കുറ്റം പറഞ്ഞതാണ് ബിന്നിയുമായിട്ടുള്ള. കാരണം അനീഷ് കുറച്ച് ഓവറാണെന്ന്. അതേ സാധനം തന്നെയാണ് ഇന്ന് രാത്രിയിൽ വൈകിട്ടത്തെ ഈ സംഭവം. അത് ജയിലിനിടയിൽ ഷാനവാസും അനീഷുമായിട്ടുള്ള ബിന്നിയുടെ ഇഷ്യൂവിനകത്ത് നമുക്ക് പറയാനുള്ളത്. കാരണം ബിന്നി ഒരു ഹൗസിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ഓവറാകുന്നുണ്ട്. അത് ഷാനവാസ് എങ്ങനെ പ്രതികരിക്കുന്നോ അതിന് ഡബിളായിട്ട് ബിന്നി തിരിച്ച് പ്രതികരിക്കുന്നുണ്ട്. അപ്പം കുറച്ചൊക്കെ പേർക്ക് ഓർക്കാം ഷാനവാസ് വളരെ ഓവറാണെന്നുള്ളത്. ഷാനവാസ് ഓവറാകുന്നതിനോടൊപ്പം തന്നെ ബിന്നിയും പക്കാ ഓവറാണ്. അത് ആരൊക്കെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും രണ്ടുപേരും എടാ പോടാ ഇടി ഇടി അങ്ങനെ വിളിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഒരാളെയും തെറ്റ് രണ്ടുപേരുടെ ഭാഗത്തും എടാ പോടാ വിളിയിൽ തെറ്റുണ്ട് കേട്ടോ. അപ്പം ബിന്നിയും കുറച്ച് ഓവറാണ്. കാരണം ഈ ആഴ്ച ക്യാപ്റ്റൻസിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ബിന്നി നോമിനേഷനില്ലായിരുന്നു. വരുന്ന ആഴ്ചയിൽ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കറിയത്തില്ല ആരൊക്കെയാണ് ക്യാപ്റ്റൻസിയിൽ വരുന്നതെന്ന്. എന്തായാലും ഈ ഫാമിലി വീക്കിന് ശേഷമായിട്ട് അവിടെ എല്ലാവരുടെയും ഗെയിമിൽ നല്ല പോലെ. പിന്നെ ഈ ബിന്നിയുടെ വിഷയത്തിനിടയ്ക്ക് ലക്ഷ്മി കയറി വരുന്നുണ്ട്. ലക്ഷ്മിയുമായിട്ട് നല്ലൊരു വഴക്കുണ്ടാകുന്നുണ്ട്. അന്നേരം ഷാനവാസ് മെയിനായിട്ട് പറഞ്ഞ കാര്യം അവരുടെ നീ നിന്റെ വീട്ടുകാരും എങ്ങനെയാണെന്ന് മനസ്സിലായി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതായത് മറ്റേ സംഭവം കാര്യം ആ കുട്ടികളെ നിങ്ങൾ വീട്ടിൽ സിറ്റ് ഔട്ടിൽ ഇരുത്താന്ന് പറഞ്ഞ ഫാമിലിയാ നിന്റെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അത് ലക്ഷ്മിക്ക് ശരിക്കും കൊണ്ടിട്ടുണ്ട്. അത് ലക്ഷ്മി അവിടെ കസാരയൊക്കെ ഇട്ട് വന്നിരുന്ന് പുള്ളി വഴക്കുണ്ടാക്കാൻ. ലക്ഷ്മി അതിന്റെ ഇടയിൽ കയറേണ്ട ഒരു കാര്യമില്ലായിരുന്നു. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനകത്തേക്ക് ലക്ഷ്മി കയറി. ലക്ഷ്മി ചിലപ്പോൾ ലക്ഷ്മിയുടെ ഗെയിം ആയിരിക്കും അത് കേട്ടോ. കാരണം കഴിഞ്ഞ ആഴ്ചകളെല്ലാം ചുമ്മാ ആയിരിക്കുമല്ലായിരുന്നു. അപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം ലക്ഷ്മിയും ആ ഒരു വിഷയത്തിനകത്തോട്ട് കയറി. വിഷയം നല്ല രീതി ഹൈ വോൾട്ടേജ് വിഷയം നടന്നിട്ടുണ്ട് ഷാനവാസുമായിട്ട്, ഇല്ലയോ? ഷാനവാസ് ഭയങ്കരമായിട്ട് അഗ്രസീവാണ് ഇപ്പോൾ. അത് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ലക്ഷ്മിയോടും ഒക്കെ. അതെ. അപ്പം വരുന്ന ദിവസങ്ങളിൽ പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ പറയാനെ കൊണ്ട് വിട്ടു. അതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്, എടി എടിയെന്ന് വിളിക്കും. ലക്ഷ്മി പറയുന്നുണ്ട് എന്നെ എടി എന്ന് വിളിക്കാൻ പാടില്ല, ഞാൻ നിങ്ങളെ ഷാനവാസ് എന്നല്ലേ വിളിക്കുന്നത്, അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ശരിക്ക് പ്രൊവോക്ക് ചെയ്യുവാണ് ലക്ഷ്മി നന്നായിട്ട്. അപ്പൊ അതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന അതിലാനൂറ് പറയുന്നുണ്ട് ഇദ്ദേഹം ഇപ്പൊ അവൻ മെയിൽ ഷോവനിസ്റ്റ് പുതിയ പേര് അവര് കൊടുക്കുന്നത്. ആദ്യമായിട്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു പേര് കിട്ടുന്നത്. അതെന്തായാലും അദ്ദേഹത്തിന്റെ പെങ്ങന്മാരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു പേര്. ഷാനവാസ് തോളിലിട്ട് കൊണ്ട് നടന്ന പെങ്ങന്മാരാണ്. അവരൊട്ടിന്ന് മാറി എന്ന് പറയുന്നത്. അത് അവരുടെ വീട്ടുകാർ അവരെ അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞാണ് ലക്ഷ്മിയോട് വഴക്കുണ്ടാക്കിയ ബഹളം. അത് മാറും, ഇനി മാറും. ഇനിയിപ്പോൾ അവിടെ ഫ്രണ്ട്ഷിപ്പിനോ അല്ലെങ്കിൽ ആങ്ങള പെങ്ങള് ഗെയിമിനോ ഒന്നും ഒരു പ്രാധാന്യം വരത്തില്ല. കാരണം അങ്ങനെ ഇവർ കളിച്ചാലേ പറ്റത്തുള്ളൂ. ഇനിയിപ്പം വരുന്ന ദിവസങ്ങളിൽ ഈ ആദിലാനൂറയൊക്കെ പക്ക ഫേക്കാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം അവരും സാഹചര്യം അനുസരിച്ചാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഇപ്പൊ അവിടെ ഒരു പുരുഷന്മാരൊരു ഗ്രൂപ്പ്, സ്ത്രീകളൊരു ഗ്രൂപ്പ്, അങ്ങനെ 2 ഗ്രൂപ്പ് ഏകദേശം ആയിട്ടുണ്ട്. കാരണം ആ ഒരു രീതിയിലാണ് പോകുന്നത് അവിടുത്തെ ഗെയിമുകൾ. അങ്ങനെ പോകുമ്പോൾ അത് നമുക്ക് കാണാൻ ഷാനവാസിന്റെ അവര് രാത്രി ഇരുന്ന് ഒരു 9-12 മണി അങ്ങനെ സംസാരിക്കുന്നുണ്ട്. 12 മണിക്ക് അക്ബർ, ഒനിയല്, ഷാനവാസൊക്കെ സംസാരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മി വരുന്നുണ്ട്. അവിടെ പിന്നെയും കച്ചറയാകുന്നുണ്ട്. അതിന്റെ കൂടെ അനു വരുന്നുണ്ട്. അനു പിന്നെ നല്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞ അലുവ കേസും ബീഫ് കളറിനൊക്കെ വിളിച്ചത്. അനു ആണെങ്കിൽ ഷാനവാസിന്റെ വീട്ടിലിരിക്കുന്ന വൈഫിനെയൊക്കെ ചേർത്ത് പറയുന്നുണ്ട്. എന്തിന്റെ എനിക്കറിയില്ല. അനു എപ്പോഴും വീട്ടുകാരുടെ കാര്യത്തിൽ എത്രത്തോളം ഭയങ്കര പ്രാധാന്യം കാണുന്ന സ്ത്രീയായിട്ടുള്ള വിശേഷിപ്പിക്കുന്ന സ്ത്രീ അനു അങ്ങനൊക്കെ പറയാം. പക്ഷെ അനു ആണ് ആദ്യം ഷാനവാസിന്റെ വീട്ടിലിരിക്കുന്ന വൈഫിനെ കുറിച്ചൊക്കെ പറഞ്ഞത്.
ഷാനവാസ് തുടക്കത്തിൽ ആരുടെയും വീട്ടുകാരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം തന്നെ വീട്ടുകാരെ പറയുമ്പോഴാണ് അദ്ദേഹം ശരിക്കും തിരിച്ചു പറയുന്നത് കേട്ടോ. അത് ബിന്നിയുടെ കേസിലാണെങ്കിലും പനുവിന്റെ കേസിലാണെങ്കിലും. എന്താണേലും ആകെ കൂടി ഒരു തല്ലുമാല കേസ് പോലത്തെ എപ്പിസോഡായിരുന്നു ഇന്ന്. വരുന്ന ദിവസങ്ങളിൽ ഇതിലും ഒട്ടും കുറവ് കാണത്തില്ല. ഓരോരുത്തരുടെയും ഗെയിം മാറി, അത് തന്നെയാണ് ഏറ്റവും മെയിൻ കാര്യം. നമ്മൾ ഇന്നലെ വരെ കണ്ട ബിഗ് ബോസ് വീടല്ല ഈ നിമിഷങ്ങൾ, സംഘർഷഭരിതമായിട്ടുള്ള നിമിഷങ്ങൾ. ഈ ഗെയിം കാരണം ഇനിയും ഉള്ള ദിവസങ്ങളിൽ ആരൊക്കെ അവിടെ നിൽക്കുമെന്ന് നമുക്ക് കാണാം. പക്ഷെ ദയവ് ചെയ്ത് ഗെയിമൊക്കെ കളിക്കുന്നവരെ മാത്രം സപ്പോർട്ട് ചെയ്ത് അവിടെ നിർത്തുക. അതിപ്പം നെഗറ്റീവ് ഗെയിം ആയിക്കോട്ടെ പോസിറ്റീവ് ഗെയിം ആയിക്കോട്ടെ. സാബുമാനൊക്കെ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞാലും പല കാര്യങ്ങളിലും ഇപ്പോഴും ഇങ്ങനെ. എനിക്ക് അദ്ദേഹം ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു. രാവിലെ അദ്ദേഹത്തിന്റെ ഫിസിക്ക് നേരെയാക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു കാര്യത്തിൽ മാത്രമേ ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഫിസിക്ക് നേരെയാക്കുക എന്നുള്ളതൊരു ഒരൊറ്റ ഉദ്ദേശത്തിൽ അദ്ദേഹം പോയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. വെറുതെ വീട്ടിൽ കിടന്ന് ചെയ്യുന്ന കാര്യമൊക്കെ അവിടെ ചെന്ന് ചെയ്തിട്ടുണ്ടോ എന്തോ കാര്യമായിരിക്കും. എന്താണേലും ഗെയിം ചേഞ്ച് ചെയ്തു. അപ്പം നാളത്തെ എപ്പിസോഡ് റിവ്യൂമായിട്ടും അല്ലെ അപ്ഡേറ്റ്സുമായിട്ടും ഞങ്ങൾ നാളെ വരാം. ശുഭരാത്രി.